ചില കൊക്കോക്ക പറിക്കാൻ എന്നെ പാടാ. എല്ലാം ഇങ്ങനെ കയ്യിൽ തിന്നോട്ട് കഴിക്കാനുള്ളതിന് ആകാശത്തിൽ പോയി കഴിച്ചേക്കുക. പിന്നെ മുട്ടയൊന്നും കഴിഞ്ഞില്ല, അന്നേരത്തേക്കും പഴുത്ത് നിൽക്കുക. ആ ചേട്ടാ, കൊക്കോറയാണോ? അല്ലടാ, ഈ കൊക്കോയിൽ കൈതച്ചക്ക കൊണ്ടിട്ടിരിക്കുന്നത് പറിക്കുന്നു. കൈതച്ചക്കയോ? അത്ഭുതമാണല്ലോ. നോക്കട്ടെ. കൊക്കോയെന്ന് പിന്നെ കൊക്കോക്ക അല്ലാതെ എന്നാടെ കൊച്ചെ പറിച്ചെടുക്കണ്ടേ? നീ എവിടെന്നാ വന്നേക്കണം? നീ എന്നെ കണ്ടിട്ടില്ലല്ലോ എവിടെയൊന്നും. ചേട്ടാ, ഞാൻ കുറച്ച് ദൂരേന്ന് വരുവാ. ഞാൻ ചേട്ടൻ്റെ ഒരു കടുത്ത ആരാധന. ഓഹോ, ചേട്ടൻ ഈ ഇടയ്ക്ക് കർഷകശ്രീ അവാർഡൊക്കെ കിട്ടിയില്ലായിരുന്നു? കിട്ടിയായിരുന്നു. അന്നേരം ഞാൻ പള്ളിക്ക് പോയായിരുന്നു. എന്തിന് പ്രാർത്ഥിക്കാനാ? അല്ല, അവിടെ ചെറിയ പരിപാടി ഉണ്ടായിരുന്നു, പണിയുണ്ടായിരുന്നു. ചേട്ടാ, ചേട്ടൻ്റെ പാത പിന്തുടർന്ന് ചേട്ടൻ സഞ്ചരിച്ച വഴി കൂടെ സഞ്ചരിക്കാനും എനിക്കിഷ്ടം. അതുണ്ടോ? അതുകൊണ്ടൊരു വഴി. ആ വഴി പൊക്കോ. അയ്യോ, അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. പിന്നെ ചേട്ടാ, എനിക്കും കൃഷിയോടൊക്കെയാണ് താല്പര്യം. ഓഹോ, അപ്പോൾ ചേട്ടൻ്റെ ഈ കൃഷി രീതികളൊക്കെ എങ്ങനെയാണെന്നൊന്ന് പറഞ്ഞു തരികയാണെങ്കിൽ നല്ലതായിരുന്നു. എൻ്റെ കൃഷി രീതികൾ എന്ന് പറഞ്ഞാൽ എൻ്റെ പൊന്നു വെച്ച് ഞാൻ നല്ല വളം ഇട്ട് കൊടുക്കുന്നത്. ഇമാരൊക്കെ ചോട്ടിൽ കൂടെ നല്ല വളം ഇട്ട് കൊടുക്കുന്നതുകൊണ്ടാണ് ഇമാരിങ്ങനെ തഴച്ച് വളരുന്നത്. പിന്നെ എന്നാ പറ്റിയെന്ന് വെച്ചാൽ ഇപ്പം ഇച്ചിരി വളം തീർന്നിരിക്കുന്നതുകൊണ്ടേ കായ്ബലം കുറച്ച് കുറവാണ് കൊച്ചെ. ഉടനടി ഇപ്പം സെറ്റാക്കും ഞാൻ ഉടനടി. അതിനുള്ള വഴി കിട്ടി എനിക്ക്. വളം ഞാനിപ്പോൾ ഉടനടി സെറ്റാക്കും. അത് എന്നെ വളം ചേട്ടാ ചേട്ടൻ ഉപയോഗിക്കണേ? അത് ഞാൻ പറയില്ലടാ കൊച്ചെ. അത് പറഞ്ഞ് എല്ലാവരും പബ്ലിസിറ്റി എനിക്ക് താല്പര്യമില്ല. അതെൻ്റെ തന്നെ ഒരു രഹസ്യക്കൂട്ട് വളമാണ്. ചേട്ടാ, ഇവിടുന്ന് എത്രയാക്കൊക്കെ കിട്ടും? ഒരു 4-5 ആക്കൊക്കെ കിട്ടും. പിന്നെ എന്നാന്ന് വെച്ചാൽ ഇപ്പം ഇത്തിരി വളം ഇട്ട് കൊടുക്കാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞില്ലേ കുറവാന്നേ. ഒന്ന് പിടിച്ചടാ കൊച്ചെ. ചേട്ടാ, ഞാൻ ആദ്യം ചോദിച്ചില്ലേ, ആ വളത്തിൻ്റെ രഹസ്യക്കൂട്ടൊന്ന് പറഞ്ഞുതരാമോ? ഞാൻ പറഞ്ഞില്ലേ അത് രഹസ്യക്കൂട്ടാണ്. അതെനിക്ക് അങ്ങനെ വെളിപ്പെടുത്താൻ പറ്റത്തില്ല. അത് ഇതെല്ലാം അത്യാവശ്യം മുഴുത്തൊക്കെ ആണല്ലോ ചേട്ടാ. എടാ കൊച്ചെ, ഇതൊരു പ്രത്യേക ഇനം കൊക്കോയത്. ഏതാ ഇനം? ഇത് നവറോ സിംഗ്ഡ എന്ന് പറഞ്ഞിട്ട് ഒരു ഇനം ഇത്. നവറോസിൻ്റെ? കേട്ടിട്ടില്ലേ? ഇല്ല. പിന്നെ നീ എന്നെ കൃഷിക്കാരനാവാൻ വന്നേടായി കൊച്ചെ. നവറോ സിംഗ്ഡ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വിദേശ ഇനമായത്. തോട്ടയോടെ പോയി. പിന്നെ ഇതിൻ്റെ അകത്ത് വേറൊരു ഇനമുണ്ട്, തെക്കേ സ്റ്റെർട്ടെ എന്ന് പറഞ്ഞൊരു ഇനമുണ്ട്. ഇനിയുണ്ടോ? പിന്നെ അതുകൊണ്ട് വേറൊരു ഇനം. അത് അപ്പുറത്ത് കണ്ട ദേക്കുണ്ടോ? ഞാനിതൊന്നും കേട്ടിട്ട് പോലുമില്ല കേട്ടോ. നീ പിന്നെ എന്നെ കേട്ടേക്കണം. നീ കൃഷിക്കാരനാവാൻ ആഗ്രഹിച്ചിട്ട് നീ ഇതൊന്നും കേട്ടിട്ടില്ല. പിന്നെ നീ കറക്റ്റ് ആളുടെ അടുത്താണ് വന്നത്. പിന്നെ വേറൊരെണ്ണം ഉണ്ട് ഇനം, ലക്കെ റംബെ എന്ന് പറഞ്ഞൊരു ഇനം ഉണ്ട്. ലക്കെ റംബെ? അതുണ്ട്. ദേ നിൽക്കണുണ്ടോ? ചുമ്മാ പുളു പറയില്ല ചേട്ടാ. ആണോ കൊച്ചേ? ദേ ചോട്ടിൽ കണ്ടോ കുറേ എണ്ണം കായ്ച്ച് പഴുത്ത് വെക്കണേ. അത് ചോട്ടിലെ കായ്ച്ച് പഴുക്കുള്ളൂ. പിന്നെ എന്നാന്ന് വെച്ചാൽ കൊച്ചേ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ മറ്റേ രഹസ്യക്കൂട്ട് വളം അതിട്ട് കൊടുത്താൽ മാത്രമാണ് ഇതൊക്കെ ഇത്രയും തഴച്ച് വളരുള്ളൂ. അങ്ങനെ ഒരു കാര്യം കൂടി ഉണ്ട് ഇതിൻ്റെ അകത്ത്. അല്ല, നമ്മൾ ചുമ്മാ ഏതെങ്കിലും വളം ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഈ കൊക്കോയ്ക്ക് ഒന്നും ഇത്രയും തെറ്റപ്പായിട്ട് വളരില്ല കേട്ടോ. കൊച്ചിനൊക്കെ ഞാൻ വളത്തിൻ്റെ ദിവസം ഞാൻ പറഞ്ഞു തരില്ല. എടാ കൊച്ചേ, ആ കൊക്കോക്കെ ഇങ്ങെടുത്തോ കൊച്ചേ. അതൊന്നെടുത്തേ. അത് പഴുത്താണോ നോക്കട്ടെ. ഇതിലേക്കൊന്നിട്ടേ നോക്കട്ടെ. അതും കൂടെ ഒന്ന് എടുത്തടാ. ഇതാ? ഇതെല്ലാം വേണോ? എല്ലാം ഇങ്ങനെ എടുത്തിടണം. പിന്നെ എൻ്റെ കയ്യേ കിടക്കണേം കൂടെ ഇങ്ങെടുക്കാവോ? അതും കൂടെ. കൈക്കെന്തോ പറ്റിയില്ലോടാ. അപ്പുറം കിടക്കണേം കൂടെ എടുക്കാവോ? ഏതാ അത്? കിടക്കണേ അത്. എൻ്റെ മാമൻ്റെ കൈക്കെന്തോ പറ്റിയതാ. കൈക്ക് എന്തോ ഒരു പ്രാണി കടിച്ചു. ആ ചാക്കും കൂടെ എടുത്തോട്ടോ. ചേട്ടാ, എല്ലാ കൊക്കോയും പറിച്ചു കഴിഞ്ഞു കേട്ടോ. മിടുക്കൻ. ഒരു കർഷകൻ എന്നതിൻ്റെ ആദ്യ ചുവടിലേക്കാണ് നീ കാലുകൾ വെച്ച് കയറിയിരിക്കുന്നത്. എന്നാൽ ചേട്ടാ, ഇനിയെങ്കിലും ആ രഹസ്യക്കൂട്ടൊന്ന് പറഞ്ഞുതരാമോ? നിനക്ക് ഞാൻ ആ വളത്തിൻ്റെ രഹസ്യക്കൂട്ട് പറഞ്ഞു തരാം. കാരണം എന്നാ അറിയോ? നീ അത് കേട്ടാലും നീ ആരുടെ അടുത്തും പോയി പറഞ്ഞു കൊടുക്കില്ല എന്നുള്ള ഉറപ്പെനിക്കുണ്ട്. അങ്ങനെയുണ്ട്.
നല്ല എല്ലുപൊടിയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. അയ്യേ എല്ലുപൊടിയാ? ഇതൊക്കെ നമ്മളവിടെ സ്ഥിരം യൂസ് ചെയ്യണേ. അങ്ങനെ സാധാരണ എല്ലാവരും ഉപയോഗിക്കുന്ന എല്ലുപൊടിയല്ല. ഒരു 10, 28, 30, 32 വയസ്സ് പ്രായം തോന്നിക്കുന്ന നല്ല ഒന്നാന്തരം മനുഷ്യൻ്റെ എല്ലുപൊടി. അതിങ്ങനെ മാംസവും ആ ചോരയൊക്കെ കൂടി ഇങ്ങനെ അരച്ച് കലക്കി ഒരു പരുവാക്കിയിട്ട് രാവിലെ വന്ന് ഇതിൻ്റെ ഓരോന്നിൻ്റെയും ചോട്ടിക്കൂടെ ഇങ്ങനെ ഇട്ടങ്ങ് കൊടുക്കും. ഒരു മാസം കഴിയുമ്പോഴത്തേനും കൊക്കോക്കൊക്കെ നല്ല ഈ മുഴുപ്പിൽ ഇങ്ങനെ നല്ല മുഴുത്ത് പഴുത്ത് നിൽക്കണ കാണണം. നീ ഈ കൊക്കോക്ക കണ്ടോ? ഇതിനൊരു വൃക്കയുടെ ഷേപ്പില്ലേ? ഇത് കണ്ടോ? ഇതിനൊരു കരളിൻ്റെ ഷേപ്പില്ലേ? എല്ലാം ഈ വളം ഇട്ട് കൊടുക്കുന്നതിൻ്റെയാ. ഇനിയിപ്പം ഞാൻ ഉടനെ തന്നെ വളം ഉണ്ടാക്കും. കാരണം നിന്നെ എനിക്ക് കിട്ടിയല്ലോ. അയ്യോ ശ്വാസം മുട്ടു, അഴിച്ചു വിടുക. അയ്യോ